ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഏത് സമയം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കണ്ട. അല്ല, അത് ചോരക്കറയുടെ ഒരു ചെറിയ പാടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തീർന്നില്ല ഗോപാലേട്ടാ. ഒന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ പലവട്ടം ഇത് കഴുകി വൃത്തിയാക്കിയതാ. ദേവിനെ ആരെങ്കിലും കണ്ടുവരുന്നതിന് മുന്നേ ഇവിടെ കയറി വന്നേ. അവനെ അറസ്റ്റ് ചെയ്തു. ഞാൻ വിഷ്ണുവിന്റെ അമ്മയാ. എനിക്കറിയണം അവനെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന്. ആ പെൺകുട്ടിയുടെ സ്വർണം അവൾ എവിടെയോ വെച്ച് മറന്നതിന് എന്റെ മകൻ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് സ്വർണം കണ്ടെത്തണം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറസ്റ്റ് ചെയ്തത്? ആ കേസിനല്ല വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏത് കേസാ? സുബൈറിന്റെ മകൾ നൂർജഹാനെ തട്ടിക്കൊണ്ടുപോയ കേസിന്. ഇനി ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കണ്ടല്ലോ. ഹലോ ഹലോ, ഈശ്വര, എന്താ എന്താ മാമേ, എന്താ ഉണ്ടായേ? രാഘവേട്ട, നമ്മുടെ മകൻ പെട്ടിരിക്കുന്ന ആ സ്വർണം പോയ കേസിലല്ല. പിന്നെ ഏത് കേസ്? നൂർജഹാനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് നമ്മുടെ മകനാണെന്ന്. ഇത് 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 ചതിയോ മാമേ? നമ്മുടെ മോനെ ആരൊക്കെ ചേർന്ന് എടുത്തേക്കുവോ? അല്ലാതെ ഏയ് ഒരിക്കലുമില്ല. രാഘവേട്ട, അവൻ സ്റ്റേഷനിൽ കിടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവനെ പുറത്തിറക്കാനുള്ള വഴി നോക്കണം. നമുക്കേ ഉടനെ ശേഷം വരുന്നു പോണം ഭാമേ. നമ്മളിവിടെ വേണം, പ്രത്യേകിച്ച് നൂർജഹാന്റെ കേസാകുമ്പോഴേ. എനിക്ക് ഈ കല്യാണം വേണ്ട പാപ്പച്ചി. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളോടൊത്തല്ലേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നസീറയ്ക്ക് എനിക്ക് അങ്ങനെ കാണാൻ പറ്റണില്ല. എനിക്ക് ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ഇതിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനും തയ്യാറായിട്ടാ നിൽക്കുന്നത്. ഇതിന്റെയൊക്കെ അവസാനം അത് തന്നെയാ വരാൻ പോകുന്നത്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ബാപ്പച്ചി. ഞാൻ എന്താ ബാപ്പച്ചി ചെയ്യണ്ടേ? എന്റെ സങ്കടം ഞാൻ ആരോടാ പറയണ്ടേ? പറ ബാപ്പച്ചി. പാതി ചത്ത പോലെ ജീവിക്കുന്ന അയാളോട് പറഞ്ഞിട്ടേ എന്താ കാര്യം? ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. എന്റെ ഈ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം നിന്റെ ഇഷ്ടം ഇവിടെ നടക്കാൻ പോകുന്നില്ല. എനിക്കിഷ്ടമല്ലാത്ത കല്യാണം നടത്താൻ നോക്കിയാ ഞാൻ ചത്തുകളയും. അന്തസ്സായിട്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി നല്ല ഭംഗിയായിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. റേഷൻ കാർഡിൽ നിന്ന് പേരും വെട്ടും. അതേ നടക്കൂ. ഒരാൾ എന്നേക്കുമായി ഒഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കൂ. നിന്റെ ഭീഷണിയൊന്നും ഈ അബൂബക്കറിന്റെ അടുത്ത് വേണ്ട. ഈ നിക്കാഹ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഞാൻ നടത്തും. ബാപ്പച്ചി പറയണത് കേട്ടില്ലേ ബാപ്പച്ചി? ബാപ്പച്ചിയുടെ നൂറിനെയാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ അയാൾ ഇപ്പൊ ഇവിടെ അങ്ങ് ഉഴുതു മറിക്കും. അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അയാൾ കിടന്ന് ചെയ്യുന്നുണ്ട്. കരഞ്ഞ് കരഞ്ഞ് തലയണി നനക്കുന്നുണ്ട്. കഷ്ടം. എടി പറയടി, അവനെവിടെ? നസീർ അവൻ അവിടെ വന്നിട്ട് നിന്നെ കണ്ടെന്ന് പറഞ്ഞല്ലോ. നീ അറിയാതെ അവൻ എവിടേക്ക് പോവില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. കണ്ടില്ലെന്നോ? നീ കള്ളം പറയാ. നിനക്കറിയാം അവൻ എവിടെ പോയെന്ന്. പറയടി. നീ പറയില്ലല്ലേ? എടോ സുബൈറേ, ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഇവള് പിശാചു പിടിച്ച പെണ്ണ. ഇവൾക്കറിയാം അവൻ എവിടേക്കാ പോയതെന്ന്.
പറയടി, പറയടി, എവിടെ പോയവൻ? എന്റെ മകനെന്ന് അവിടെ വന്നിട്ട് എവിടെ പോയി? പറയടി, അയ്യോ പറയാൻ. നീ അത് ഇവക്ക് എങ്ങനെ അറിയാം? മാറി നിന്നോളണം നീ, ഇല്ലെങ്കിൽ ചവിട്ടി ആട്ടിനാവ് കലക്കിക്കളയും ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മകന് ഭ്രാന്താണ്. അവൻ കൂട്ടുകാർക്കൊപ്പം എവിടേക്കെങ്കിലും പോയതായിരിക്കും. ഇതിനു മുമ്പ് അവൻ ഇങ്ങനെയൊക്കെ പോക്കുണ്ടായിട്ടുണ്ടല്ലോ. ലഹരിക്ക് അടിമയായിട്ടുള്ളവരുടെ കൂട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ലല്ലോ. നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തിയായി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അവനൊന്ന് തിരിച്ചു വന്നോട്ടെ. വന്നാൽ ആ നിമിഷം ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇതെങ്ങാനും തടയാൻ വന്നാൽ 3 ശവങ്ങൾ ഇവിടെ വീഴും. നിന്നെയും കൊല്ലും, ഈ കിടക്കുന്ന നിന്റെ ബാപ്പച്ചിയെയും കൊല്ലും, പിന്നെ നിനക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ഈ എന്റെ ഭാര്യയെ കൊല്ലും. എന്നിട്ട് ഞാൻ ഈ വീടിന് തീ വെക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശാരദ, നീ ഏത് സമയം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കണ്ട. അല്ല അത് ചോരക്കറയുടെ ഒരു ചെറിയ പാടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തീർന്നില്ല ഗോപാലേട്ടാ. ഒന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ പലവട്ടം ഇത് കഴുകി വൃത്തിയാക്കിയതാ. ദേവിനെ ആരെങ്കിലും കണ്ടുവരുന്നതിന് മുന്നേ ഇവിടെ കയറി വന്നേ. ഗോപാലേട്ടാ, ആ ബോഡി അത് നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞു? അതൊക്കെ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. അതല്ല, എനിക്കത് അറിയണം.